ഈ രാജ്യത്തെ വർഗീയ ഭീകരവാദികളോട്, വർഗീയ ഫാസിസ്റ്റുകളോട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി എന്നും നിരന്തരമായി പോരാടുന്ന ഇന്ത്യയുടെ പാർലമെന്റിന്റെ, ഇന്ത്യയുടെ പ്രതീക്ഷയായ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഈ വേദിയിലേക്ക്. കൊച്ചിയിൽ നടക്കുന്ന ജനപ്രതിനിധികളുടെ ഒരു മഹാസംഗമം, അതിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മഹാപഞ്ചായത്ത് എന്ന് പേരിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടുതൽ വീര്യത്തോടെ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് വളരെ തന്ത്രപൂർവ്വം കടന്നിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് രാഹുൽ ഗാന്ധി കൊച്ചിയിൽ പങ്കെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഈ മഹാപഞ്ചായത്ത്. ആവേശകരമായ നിലയിലാണ് കോൺഗ്രസ് ഈ പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. ആൽവിൻ, എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, നടപടിക്രമങ്ങൾ? അല്പം മുമ്പാണ് വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നത്. മഹാസമ്മേളനത്തിൽ, അല്ലെ മഹാപഞ്ചായത്ത് എന്ന് പേരിട്ടിരിക്കുന്ന വലിയ സമ്മേളനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഴുവൻ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും മത്സരിച്ചവരുമായ മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ KPCCയുടെ ഭാരവാഹികൾ, മുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകൾ, AICC അംഗങ്ങളായിട്ടുള്ള സച്ചിൻ പൈലറ്റ്, അതോടൊപ്പം തന്നെ ദീപദാസ് മുൻഷി അടക്കമുള്ള നേതാക്കളൊക്കെയും ഇപ്പോൾ വേദിയിലുണ്ട്. KPCCയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മഹാപഞ്ചായത്തിലെ 15,000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറൈൻ ഡ്രൈവിലാണ് ഈ മഹാസമ്മേളനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ പ്രതിനിധികളും അതോടൊപ്പം തന്നെ മത്സരിച്ച മുഴുവൻ പ്രതിനിധികളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കേളികൊട്ട എന്ന നിലയിലാണ് കോൺഗ്രസ് ഈ സമ്മേളനത്തിനെ നോക്കിക്കാണുന്നത്. രാഹുൽ ഗാന്ധിയെ തന്നെ ഈ സമ്മേളനത്തിലേക്ക് എത്തിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സന്ദേശം പ്രവർത്തകരിലേക്ക് നൽകുന്നു. വലിയ ആവേശത്തോടെ മടങ്ങി തിരിച്ച പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് ഇവർ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദേശങ്ങളാകും ഇവിടെ നേതാക്കന്മാർ സംസാരിക്കുക. അല്പം മുമ്പ് സംസാരിച്ച KPCCയുടെ മുതിർന്ന നേതാക്കൾ, MP-മാരടക്കമുള്ള ആളുകളൊക്കെയും അത്തരത്തിലുള്ള വലിയ നിശ്ചിത വിമർശനങ്ങൾ സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം വേദിയെ അഭിസംബോധന ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ മുതിർന്ന നേതാക്കളുമായൊക്കെ അദ്ദേഹം ആശയവിനിമയം പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം മിന്നും വിജയം, ആ വിജയത്തിൽ അഭിനന്ദിക്കുന്നതിൽ കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെത്തട്ടിലേക്ക് നൽകി അത്തരം സന്ദേശങ്ങൾ നൽകി മനസ്സിലാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. KPCC 2 ദിനം വയനാട്ടിൽ നടത്തിയ ദ്വിദിന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നേതാക്കന്മാരൊക്കെയും ഈ വിഷയങ്ങളൊക്കെയും വളരെ കൃത്യമായി പഠിക്കുകയും പറയുകയും പങ്കുവയ്ക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മിന്നും വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. അത്തരം പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ജനപ്രതിനിധിയായിട്ടുള്ള ആളുകളാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരാണ്. ഇവരൊക്കെയുമാണ് വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഒക്കെയും പ്രവർത്തിക്കേണ്ടത്. സ്വാഭാവികമായും അവർക്ക് ഒരു ഊർജ്ജം നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മഹാസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തിച്ചേർന്ന് അല്പസമയത്തിനകം അദ്ദേഹം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആൽവിൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നേതാക്കൾ മാത്രമല്ല, നല്ല വിജയം നേടി വന്ന ജനപ്രതിനിധികളുടെ ഒരു മഹാസംഗമമാണ്. അവരെ കൊണ്ട് താഴെത്തട്ടിൽ ഇടപെടിയിക്കുക, അവരിലൂടെ ജനങ്ങളിലിടയിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടുക, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നഷ്ടമായി പോയ പ്രതാപം തിരിച്ചുപിടിക്കുക എന്നൊരു വലിയ ലക്ഷ്യം ഈ മഹാസമ്മേളനത്തിന് പിന്നിലുണ്ട് അല്ലേ ആൽവിൻ? അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ കൂടി, അതായത് ഏത് നിലയിൽ താഴെത്തട്ടിൽ കാര്യങ്ങൾ ചലിപ്പിക്കണം ഈ ജനപ്രതിനിധികളെ വച്ചുകൊണ്ട് എന്ന നിലയിലൊരു രൂപരേഖ കോൺഗ്രസിനുണ്ടാകും ആൽവിൻ? നിശ്ചയമായും അത്തരം ചർച്ചകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അത് വയനാട് നടന്ന ദ്വിദിന സമ്മേളനത്തിൽ KPCCയുടെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളും DCCയുടെ അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളും ഒക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിലൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ തന്നെയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പുത്തൻ ഊർജ്ജം നൽകുക, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം, മിന്നും വിജയം, അതെങ്ങനെ നേടിയെടുത്തു, പല സ്ഥലങ്ങളിലും എവിടെയൊക്കെ പോരായ്മകളുണ്ട്, സാമുദായിക നേതാക്കളുമായിട്ടുള്ള ബന്ധം, അത്തരം പല വിഷയങ്ങളും ഈ സമ്മേളനങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. വളരെ കൃത്യമായി തന്നെ
തന്നെ അത് DCC തലത്തിൽ ഓരോ താഴെത്താട്ടിലേക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും അവിടെ തന്നെ നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഈ 3 മാസക്കാലം വലിയ പരിപാടികൾ, സമരങ്ങളും അതോടൊപ്പം തന്നെ ഈ മഹാസമ്മേളനവും ഒക്കെയും അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു മഹാസമ്മേളനം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന മുഴുവൻ ആളുകളെയും ഒരു ഊർജ്ജം പകർന്ന് അവർക്ക് ഈ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഈ സമ്മേളനം. ശരി, ആൽവിൻ തോമസ് നമ്മളോടൊപ്പം തുടരൂ. ഏതായാലും മഹാപഞ്ചായത്ത് എന്ന് പേരിട്ട് വിജയിച്ച ജനപ്രതിനിധികളുടെ 15,000-ഓളം വരുന്ന ജനപ്രതിനിധികളുടെ ഒരു മഹാസംഗമം കൊച്ചിയിൽ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളിലൂടെ താഴെത്തട്ടിൽ ഇടപെടുക എന്ന ലക്ഷ്യം കോൺഗ്രസ് ഇതിലൂടെ സഫലീകരിക്കുന്നു എന്നതാണ്. സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനീ ഫുല്ലകുസുമിത ദ്രുമദളശോഭിനീ സുഹാസിനീ സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഈ മഹാസംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെ ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ ഈ കൊച്ചിയിൽ മഹാപഞ്ചായത്ത് എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച, നല്ല വിജയം കരസ്ഥമാക്കിയ ജനപ്രതിനിധികളുടെ ഒരു മഹാസംഗമം മഹാപഞ്ചായത്ത് എന്ന് പേരിട്ട് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഊർജ്ജത്തോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ LDFനെ മറികടക്കാനുള്ള ഒരു പദ്ധതി ജനപ്രതിനിധികളിലൂടെ തയ്യാറാക്കുകയാണ് ഈ മഹാപഞ്ചായത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്.